ഹായ് ഫ്രണ്ട്സ്, ഡായിഷാണ്. അപ്പോൾ ഒരു 1.5 വർഷത്തിന് ശേഷം ഒരു വീഡിയോ വരാൻ പോവുകയാണ്. കുറച്ച് വീഡിയോസ് നമുക്ക് ചാനലിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അംബാസഡറിൻ്റെ വീഡിയോ നമുക്ക് ആദ്യമായിട്ട് കാണാം. അപ്പോൾ ഞാൻ വാതിരപ്പള്ളിയിലാണ് നിൽക്കുന്നത്. നമുക്ക് നമ്മുടെ വണ്ടിയിലേക്ക് പോകാം. എൻ്റെ പേര് രവി എന്നാണ്. ഞാൻ കോയമ്പത്തൂരാണ് താമസിക്കുന്നത്. 40 വർഷമായിട്ട് കോയമ്പത്തൂരുള്ളതാണ്. നേരത്തെ പിറവത്തായിരുന്നു വീട്. ഞാൻ 85-ലാണ് ഈ കാർ എടുക്കുന്നത്. എറണാകുളത്തുനിന്ന് മരക്കാറിൽ KB 8434 ആയിരുന്നു ആദ്യത്തെ നമ്പർ. ഇത്രയും വർഷം എൻ്റെ തന്നെയാണ്. അധികം വേറെ ആരും ഓടിക്കാൻ കൊടുക്കാറില്ല. ആദ്യം പെട്രോൾ എഞ്ചിനായിരുന്നു, പിന്നെ ഡീസലാക്കി. കിട്ടത്തട്ട ഒരു 10 ലക്ഷം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഇപ്പോഴും വളരെ കംഫർട്ടായിട്ട് ഉപയോഗിക്കുന്നു. ഫാമിലി യൂസിനാണ് ഉപയോഗിക്കുന്നത്. എവിടെ പോയാലും ഇതിലേ പോകാമല്ലോ. എത്ര ദൂരെയാണെങ്കിലും ഈ കാർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. വേറെ വണ്ടി ഉണ്ടായിരുന്നെ കൊടുത്ത് ഇതിനെ മാത്രം കൊടുക്കാതെ എങ്ങനെ വെച്ചിരിക്കുകയാണ്. വണ്ടിയുടെ ഈ ഒരു ലുക്ക് നോക്കുകയാണെങ്കിൽ ഗ്രാൻഡിൻ്റെ ഒരു മോഡലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇതെല്ലാം ഗ്രാൻഡിൻ്റെ ആ ഒരു മോഡൽ ഇൻസ്പയർ ആയതിനു ശേഷം മെറ്റലിൽ മേക്ക് ചെയ്തെടുത്താണ്. ഫ്രണ്ടിലെയും ബാക്കിലെയും ബമ്പർ, അതുപോലെ തന്നെ ബോണ്ടിൻ്റെ ആ ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് മനസ്സിലാക്കാം. പിന്നെ ആ ബാക്കിലെ നമ്പർ വെച്ചിരിക്കുന്ന ആ ഭാഗം എല്ലാം മെറ്റലിൽ ഉണ്ടാക്കി വെച്ച് തന്നെയാണ്. പിന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്പർ ഒരു പ്രൊജക്റ്റ് ചെയ്ത് വരുന്ന ടൈപ്പാണ്. അതും മെറ്റലിൽ ഉണ്ടാക്കിയതിന് ശേഷം പെയിൻറ്റ് ചെയ്തതാണ് ഇപ്പോൾ. പിന്നെ നമ്മളെ കേരളത്തിൽ ഇപ്പോൾ ഇത് വെക്കുകയാണെങ്കിൽ നല്ല ഫൈൻ അപ്പം തന്നെ കയ്യിലടിച്ച് തരും. പക്ഷേ കുഴപ്പമില്ല, തമിഴ്നാട്ടിൽ ഇപ്പോഴും വലിയൊരു ഫൈനിൻ്റെ ഇത് പോകുന്നില്ല എന്നാണ് തോന്നുന്നത്. വണ്ടിയിൽ വരുന്ന 4 വീലുകളും അലോയ് വീൽസാണ്. അത് റാഡോയുടെ, കോയമ്പത്തൂരിൽ നിന്ന് ഇറങ്ങുന്ന റാഡോ എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. പിന്നെ പുതിയ മോഡലാണ്. അതിൻ്റെ ബോണ്ടിൻ്റെ ആ ഒരു ഇഞ്ചസ് എല്ലാം വരുന്നത്. രവിയേട്ടാ, നമ്മൾ ഈ രജിസ്ട്രേഷൻ തമിഴ്നാട്ടിലേക്ക് മാറാനുള്ള കാരണം? അത് 96-ൽ കേരളത്തിൽ നിന്ന് കോയമ്പത്തൂരേക്ക് രജിസ്ട്രേഷൻ മാറ്റിയതാണ്. പെർമനൻ്റ് അഡ്രസ്സ് കോയമ്പത്തൂരായപ്പോൾ ഞങ്ങൾ മാറ്റേണ്ടി വന്നു. ആദ്യത്തെ KB 5434 മാറ്റാൻ ഇഷ്ടമില്ലായിരുന്നെങ്കിലും മാറ്റേണ്ട സാഹചര്യം വന്നപ്പോൾ മാറ്റിയതാണ്. തമിഴ്നാട്ടിലെ രജിസ്ട്രേഷൻ പ്രോസസ്സൊക്കെ എങ്ങനെയാണ് നമ്മളെ കേരളത്തിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? രജിസ്ട്രേഷൻ പ്രോസസ്സൊന്നും എനിക്ക് വലിയ ഭാരമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. NOC 3000 വാങ്ങിച്ചു. അവിടെ കൊടുത്ത് പെട്ടെന്ന് തന്നെ എനിക്ക് മാറ്റി കിട്ടുകയും ചെയ്തു. ഇത് മാർക്ക് 4 ആണ്. 85 മോഡൽ മാർക്ക് 4. ഷേപ്പിൽ നമ്മൾ ഈ കാണുന്ന ചെറിയ മോഡിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ വന്നിട്ടുള്ള മോഡിഫിക്കേഷൻ എന്തൊക്കെയാണ്? അബീഗോ ടൈപ്പ് ആക്കിയിട്ടുണ്ട്. ആ വണ്ടി വന്നപ്പോൾ ഒരു രസം തോന്നിയപ്പോൾ ബോണറ്റ് മാത്രം അബീഗോയുടെ ടൈപ്പ് ആക്കിയതാണ്. പവർ സ്റ്റിയറിങ്, ഡിസ്ക് ബ്രേക്ക്, ഇലക്ട്രിക് കൺട്രോൾ, റേഡിയേറ്റർ, ഫാന്, റേഡിയേറ്റർ എല്ലാം ഓൾട്ടർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എത്ര AC ഇട്ട് നമ്മൾ സിഗ്നലിൽ നിന്നാലും എൻജിൻ ഹീറ്റ് ആവില്ല. AC നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഫ്രണ്ടിൽ 2 ഡിസ്ക് ബ്രേക്കാണ്, ബാക്കിൽ സാധാ ബ്രേക്ക് തന്നെയാണ്. ഡിസ്ക് ബ്രേക്ക് കോണ്ടസൈഡാണ് വെച്ചിരുന്നത്. അത് പവർ സ്റ്റിയറിംഗ് ഒക്കെ ഹോണ്ട സിറ്റിയുടെയാണ്. അംബാസഡർ കമ്പനിയിൽ വരുന്നതിന് മുമ്പ് ഞങ്ങൾ ആൾട്ടർ ചെയ്തതാണ്. സ്റ്റിയറിങ്ങിൻ്റെ വീല് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത് ഒരു ഫോർഡിൻ്റെ സ്റ്റിയറിംഗ് വീലാണ്. പിന്നെ ഇതിൻ്റെ ഡാഷ്ബോർഡ് വരുന്നത് അംബാസഡറിൻ്റെ തന്നെ ആ ഒരു സെയിം ഡാഷ്ബോർഡാണ്. പിന്നെ അപ്പോളിസ്ട്രി പറയേണ്ടതില്ല. കോയമ്പത്തൂർ കോയാസ് എന്ന് പറയുന്ന ആ ഒരു കമ്പനിയുടെ വർക്കാണ്. പഴയ ഒരുപാട് വർഷങ്ങളായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന സീറ്റുകളാണ് ഇതെല്ലാം. പുതുതായിട്ട് ചെയ്തൊന്നുമല്ല. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ആ ഒരു ഭംഗി ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ ഹെഡ് റെസ്റ്റ് നോക്കുകയാണെങ്കിൽ ചെറിയൊരു മോഡൽ ഹെഡ് റെസ്റ്റാണ്. ബാക്കിലേക്കുള്ള നല്ല വ്യൂ പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഹെഡ് റെസ്റ്റും ഫ്രണ്ടിലെ ആ ഒരു ബെഞ്ച് ടൈപ്പ് സീറ്റ് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബക്കറ്റ് ടൈപ്പിലേക്ക് പോയിട്ടില്ല ഇതിൽ. ബാക്കിലും ആ ഒരു സെയിം പാറ്റേണിലുള്ളത് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്.
ഹാൻഡ് ബ്രേക്കും ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലെ ഡോർ പാഡ് നോക്കുകയാണെങ്കിൽ ആ ഒരു പഴയ ടൈപ്പ് നമ്മുടെ വൈൻഡർ ലോക്ക് എല്ലാമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ നമ്മുടെ ബോണ്ട് ഒന്ന് തുറന്ന് നോക്കാം. ബോണ്ടിൻ്റെ ലിവർ വരുന്നത് നമ്മുടെ റൈറ്റ് സൈഡിലാണ്. പഴയ വണ്ടികൾക്ക് ലെഫ്റ്റിൽ ആണ് ഈ ഒരു വാഹനത്തിനെല്ലാം വരാറ്. അത് മോഡിഫൈ ചെയ്തിട്ട് റൈറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു വൈറ്റ് കളറിൽ അവിഗോയുടെ ആ ഒരു ബോണ്ടിൻ്റെ ഭംഗി നല്ല രീതിയിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. സാധാരണ അംബാസഡറിന് എത്രത്തോളം വ്യത്യസ്തമാണെന്ന് നിങ്ങൾക്ക് കാണാം. ആ ഒരു ബോണ്ട് മാത്രമേ മാറിയിട്ടുള്ളൂ. ആ ഒരു ഹെഡ്ലൈറ്റ് എല്ലാം ആ ഒരു അംബാസഡറിൻ്റെ പഴയ ടൈപ്പ് തന്നെയാണ്. ഇതിലുള്ളത് ഇസുസു ഡീസൽ എഞ്ചിനാണ് 1800 cc B1. അതിൻ്റെ തന്നെ ഗിയർ ബോക്സ് എല്ലാം ഇസുസുൻ്റെ തന്നെയാണ്. ഇമ്പോർട്ടഡ് എഞ്ചിനാണ് അത് വന്നിട്ട് ജപ്പാൻ എഞ്ചിനാണ് ശരിക്കും. B1 എഞ്ചിൻ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ നല്ല വൃത്തിയായിട്ട് കൊണ്ടു നടക്കാം. നല്ല മൈലേജ് ഉണ്ട്. വലിയ മെയിൻ്റെനൻസ് വർക്കൊന്നും എഞ്ചിനിൽ വരില്ല. എഞ്ചിൻ ഗിയർ ബോക്സൊക്കെ അധികം വർക്കൊന്നും വന്നിട്ടേ ഇല്ല ഇതുവരെ. അതാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഈ ഒരു എഞ്ചിൻ റൂം കാണുമ്പോൾ തന്നെ നമുക്ക് കുറച്ചൊരു വ്യത്യസ്തമായിട്ട് തോന്നുന്നുണ്ട്. ഇതിൻ്റെ മെയിനായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് സ്കോഡയുടെ റേഡിയേറ്ററാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് നൽകുന്ന ആ ഒരു റേഡിയേറ്റർ പ്ലസ് വോക്സ് വാഗൻ ജെറ്റയുടെ ഇലക്ട്രിക് സിസ്റ്റം ആണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. വിത്ത് ഓൾ സെൻസേഴ്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം പക്ക വർക്കിംഗ് കണ്ടീഷനാണ്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ടെമ്പറേച്ചർ നമ്മളിപ്പോൾ AC ഇട്ട് ഓടിക്കുകയാണെങ്കിലും ലോങ് ഡ്രൈവ് പോവുകയാണെങ്കിലും ടെമ്പറേച്ചർ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ക്ലച്ചാണ്. നമ്മുടെ കേച്ചേരി ഉണ്ണേരിൻ്റെ അടുത്ത് നിന്ന് ദോസ്തിൻ്റെ ക്ലച്ച് ഇതിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സ്മൂത്ത് വർക്കിംഗ് ആണ് അത്. പിന്നെ പവർ സ്റ്റിയറിങ്ങും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒന്നാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിരിപ്പള്ളി റൂട്ടിലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.